കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ പ്രഥമ കോട്ടയം ജില്ലാ വാർഷിക സമ്മേളനവും പഠനോപകരണ വിതരണവും ജൂൺ 22-ന് രാവിലെ 10 മുതൽ ഏറ്റുമാനൂരപ്പൻ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10:30-ന് വാർഷിക സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് OR ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. പഠനോപകരണ വിതരണ ഉദ്ഘാടനം K. ഫ്രാൻസിസ് ജോർജ് MP നിർവഹിക്കും. സുപ്രസിദ്ധ മയിലാട്ടം കലാകാരൻ കുമാരനെല്ലൂർ മണിയെ നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് ആദരിക്കും. റെസിഡൻസ് അസോസിയേഷനും ജനസമൂഹവും എന്ന വിഷയത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ പ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി മുഖ്യപ്രഭാഷണം നടത്തും. സജിത് ബാബു കണക്ക് അവതരിപ്പിക്കും. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ES ബിജു, സാലി അനൂപ്, ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ, കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ, കാണക്കാരി അരവിന്ദാക്ഷൻ, രജിത ഹരികുമാർ, PA ജോസഫ്, ശിവരാജ പണിക്കർ, ജോൺ ജോസഫ്, അഡ്വക്കേറ്റ് രാജേഷ്, C. മോഹൻ, TA മണി എന്നിവർ പ്രസംഗിക്കും. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന മഹാസംഘടനയായ കോർവ അഫിലിയേറ്റ് ചെയ്തിട്ട് കേരള ഘടകത്തിൻ്റെ കീഴിൽ 13 ജില്ലകൾ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ല ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. ഈ 1 വർഷക്കാലം പിന്നിടുമ്പോഴുള്ള സമയത്ത് നടക്കുന്ന ഈ ജില്ലാ പ്രഥമ വാർഷിക സമ്മേളനത്തിൽ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും അസോസിയേഷൻ്റെ വിവിധ അസോസിയേഷനിൽപ്പെട്ട അംഗങ്ങളുടെ കലാപരിപാടികളും ആരംഭിച്ച് വളരെ ഭംഗിയായി നടത്തുന്നതിന് കോർവ കോട്ടയം ജില്ല തീരുമാനിച്ചിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം UP വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരം KR ഉണ്ണികൃഷ്ണൻ നായർ നയിക്കും. 2:30-ന് വിവിധ കലാപരിപാടികൾ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സുജ S. നായർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് OR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി P. ചന്ദ്രകുമാർ, കൺവീനർ KC ഉണ്ണികൃഷ്ണൻ, ട്രഷറർ സജിത് ബാബു, സെക്രട്ടറി സൂസൻ തോമസ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് പരിസ്ഥിതി ദിനാചരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ, ആദ്യ വർഷം തന്നെ 120-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഈ 1ാമത് വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ കുറേ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും i4A ന്യൂസ് ഏറ്റുമാനൂർ.